കിട്ടിയടെ നല്ല ചേമ്പ് മുട്ട കിട്ടി. നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുന്ന വഴിക്ക് നല്ല ചേമ്പ് മുട്ട ഇരിക്കുന്നത് കണ്ട് അങ്ങനെ ഞങ്ങൾ ചില ചേമ്പ് മുട്ട കഴിക്കാനുള്ള കൊതി കാരണം ചില ചേമ്പ് മുട്ട വാങ്ങിയോ. അത് പിന്നെ വീട്ടിൽ വന്ന് അതിനകത്ത് ചുരണ്ടി എൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറി കയറ്റി ഒരു 3 വിസിലടിക്കാനായിട്ട് അടുപ്പത്ത് കയറ്റി വെച്ച്. അപ്പോഴത്തേക്കും ഭാര്യ മീൻ കട്ട് ചെയ്യാൻ പോയി. അവൾ മീൻ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ തന്നെ തേങ്ങയൊക്കെ തിരുമിയെടുത്ത് അങ്ങനെ അരപ്പെല്ലാം ഉണ്ടാക്കി അടുപ്പത്ത് കയറ്റി തക്കാളിയും പച്ചമുളകൊക്കെ വെട്ടി അരിഞ്ഞ് അരിയൊക്കെ ഇട്ട് മീൻകറി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പാവം അസുഖമൊക്കെ മാറി വരണതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവളെന്നെ സഹായിക്കാൻ അടുപ്പത്തിൻ്റെ മുട്ടി കയറിയായിരുന്നു. അങ്ങനെ മീൻ എന്തായാലും അവൾ വൃത്തിയായി നല്ലപോലെ തന്നു. എന്തോ കണ്ണം കുഴിയാള അത് കൊടുത്ത് അടുപ്പത്ത് കയറ്റി വെച്ച് നാളെ ചോറ് കൊണ്ടുപോകാനുള്ള അമരയ്ക്കൊക്കെ അവിടെ ഇരുന്ന് തോരൻ ഉണ്ടാക്കാനായിട്ട് പാവം അവിടെ നിന്ന് അരിഞ്ഞ് വറക്കുന്നു. അത് അരിഞ്ഞ് വറക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളെ ചേമ്പ് മുട്ടയെല്ലാം റെഡിയായി. പുഴുങ്ങിയാൽ പുട്ട് കണക്കിരിക്കും. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ കൂടെ കഴിയാണ്ട് എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ കുറച്ച് സവാളയും നല്ല പച്ചമുളക് ഉണ്ടായിരുന്നു. പച്ചമുളക് നല്ല എരിവ് കുറഞ്ഞിട്ട് ടേസ്റ്റുള്ള മുളകായിരുന്നു കേട്ടോ. അതും പുളിയും കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി നല്ല കട്ടൻ ചായ ഇട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അതിന് പിന്നെ ഭാഗ്യത്തിന് ഒരു കഷ്ണമേ കഴിച്ചു. ഭാഗ്യത്തിന് നമുക്കത് മതി എന്ന് പറഞ്ഞു. മോളും ഞാനും പരിപാടി തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ കട്ടൻ ചായയും കൂട്ടി ഒരു അംഗം പട്ടാനുള്ള നടക്കും.